Hello, good day. എല്ലാവർക്കും ഇന്ന് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ലെൻസ് അൺബോക്സിംഗ് പ്ലസ് റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് പ്രൈസ് വരുന്നത് 400-300 റേഞ്ചിലുള്ളതാണ്. അപ്പോൾ ഇതിൽ കൂടിയതുണ്ട്. പക്ഷേ ഈ പ്രൈസിൽ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണോ, അത് ലാഭമാണോ, അത് നഷ്ടമാണോ എന്നാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ. കൂട്ടുകാരെ, നമ്മുടെ പാക്കേജ് വരുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ബോക്സിൻ്റെ അകത്ത് നല്ല ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് ഇങ്ങനെയാണ് വരുന്നത്. അവര് അതായത് പാക്കിങ്ങിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച തന്നിട്ടില്ല. നല്ല പാക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സാധനം എല്ലാം എടുത്ത് നോക്കാം. കൂട്ടുകാരെ, ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണിക്കാൻ 3 ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, 3 ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുണ്ടല്ലോ, ഇത് 2 ഇത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്താൽ മതി. ഇപ്പം 3 പ്ലസ് ഒരു മൊബൈൽ ഹോൾഡറാണ് വരുന്നത്. മൊബൈൽ ഹോൾഡ് ചെയ്യാം. അതായത് ഈ ലെൻസ് ഇവിടെ വെച്ചിട്ട് മൊബൈൽ വയ്ക്കാനുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഓരോന്ന് നമുക്ക് നോക്കാം. ഇവിടെ അപ്പോൾ നമുക്ക് ആദ്യം ഇത് എടുക്കാം. ഇതിൽ ഫസ്റ്റ് ഇത് മാക്രോ ആണ്. മാക്രോ ഇതിൽ വെച്ചിട്ടാണ് ഉപയോഗിക്കാനുള്ളത്. അത് കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കണം. പിന്നെ ഇതെന്ന് പറഞ്ഞത് 0.67x വൈഡിന്റെ ലെൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല. പെട്ടെന്ന് വീണ പൊട്ടയൊന്നുമില്ല. കാരണം നമ്മളെ പ്രൊട്ടക്റ്റീവായിട്ട് ഇവിടെ ഒരു അടപ്പ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ക്യാപ്പ് മാറ്റിയാൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് ലെൻസ്, നമ്മുടെ ലെൻസ്. അപ്പോൾ മാക്രോ വയ്ക്കുമ്പോഴും ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് നൈസിന് കയറ്റാന്നുള്ളൂ. അത് നമ്മളെ കയറ്റി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഫ്രണ്ടിൽ മാക്രോ, ബാക്കിൽ 0.67x വൈഡാണ് ഇതിന് ബാക്കിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് അടുത്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഫിഷ് ഐ. ഇത് വലുതായിട്ട് ഇരിക്കുന്നെങ്കിലും ഇതാണ് നമ്മുടെ ഫിഷ് ഐ. അതായത് നമ്മുടെ മീനിന്റെ കണ്ണ് പോലെയാണ് ഇത് വരുന്നത്. നമുക്ക് റിവ്യൂ ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെയാണ് അത് കാണുന്നത്. ഇച്ചിരി ബിഗ് തോന്നും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് ഐ. അതായത് മീൻ കാണുന്നത് എങ്ങനെയാണോ അത് എക്സാക്ട് രീതിയായിട്ട് നമുക്ക് ഇതിൽ കൂടെ കാണാൻ പറ്റും. അപ്പോൾ അടുത്ത ഹോൾഡറാണ് നോക്കണം. നമുക്ക് ഇവിടെ ഒരു തിരിക്കാനുള്ള സംഭവം, അതായത് ഇത് കയറ്റാനുള്ള രീതിയിൽ കട്ടൗട്ട് ഉണ്ട്. മാത്രമല്ല നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് നമ്മൾ പ്രസ് ചെയ്യാൻ നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ പേടിക്കുന്ന സ്ക്രീനൊന്നും പൊട്ടില്ല. കാരണം ഇവിടെ അകത്തൊരു സ്പോഞ്ചിന്റെ ലെയർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്ക്രീനിൽ ഒന്നും പറ്റുകയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഫോണിൽ അറ്റാച്ച് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ഫോൺ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഡെമോയ്ക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഇത് വർക്കാവില്ല. നോക്കണം, ഇത് വർക്കാവില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫോൺ ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ ആദ്യം വെച്ച് കാണിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിതാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ആക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇനി ഇരിക്കും. ഇനി ഇതിൻ്റെ ഈ മൂടി അങ്ങ് ഇളക്കി കളയുക. ഇത് ആവശ്യമില്ല. ഇനി നേരെ ഈ ഹോള് വരുന്ന രീതിക്ക് നമ്മുടെ ക്യാമറ അതായത് മെയിൻ ക്യാമറ, ഇപ്പൊ 3 ക്യാമറ ഉള്ളവരുണ്ടായിരിക്കും, 2 ക്യാമറ. എന്തായാലും അവരുള്ള എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളെ മെയിൻ ക്യാമറ ഏതാണെന്ന് നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് ആ മെയിൻ ക്യാമറയിലാണ് വയ്ക്കാനുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു ക്യാമറ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ 1 മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ വയ്ക്കുകയാണ്. കറക്റ്റ് ഈ ക്യാമറയുടെ പൊസിഷനിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഇനി ഫോട്ടോ എടുക്കാനുള്ളത്. നമ്മുടെ വൈഡ് ലെൻസ് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാം എന്ന് വിചാരിക്കേണ്ട. കാരണം നിങ്ങൾക്ക് ബ്ലറായിട്ടേ കാണുള്ളൂ. ഇതും കൂടെ ഉണ്ടെങ്കിൽ സപ്പോർട്ടീവായിട്ട് നമുക്ക് മാക്രോയും വൈഡ് നല്ലതായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അടുത്തത് നമുക്ക് വെച്ച് നോക്കാം. അടുത്ത നമ്മുടെ ഫിഷ് ഐ ആണ്. ഇത് ഇങ്ങനെ എടുക്കണം. ഇത് ഇച്ചിരി ലുക്കൊണ്ട് കാണാം. പക്ഷേ ഞാൻ ഇപ്പം പറയാണ്, ഇത് ഫിഷ് ഐ ആണ്. കാരണം ഫിഷ് എങ്ങനെ കാണുന്നു അതേപോലെ ഇന്റർഫേസ് ആണ് ഇതിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന്റെ റിവ്യൂ കണ്ടിട്ട് വരാം. അതായത് നമ്മൾ ഇത് വെച്ച് ഈ ക്യാമറ ലെൻസ് വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്തതിന്റെ റിവ്യൂ കണ്ടിട്ട് വരാം. ഇപ്പോൾ കൂട്ടുകാരെ, നമ്മൾ റിവ്യൂലായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോസ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് നിങ്ങൾ കാണുന്ന വൈഡ് ലെൻസ് മാത്രമായിട്ട് വെച്ച് എടുക്കുന്നതാണ്. ഇത് നമ്മുടെ ഫോണും ഇപ്പോൾ അത് വൈഡ് ലെൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇത് നമ്മുടെ മാക്രോയിൽ എടുത്തതാണ്. നമ്മുടെ മാക്രോയിലും അതിൻ്റെ മാക്രോയിൽ വെച്ച് എടുത്തതാണ്. ഇത് മാക്രോയിൽ എടുത്തതാണ്. അപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് നമ്മൾ വൈഡ് ലെൻസിൽ തന്നെയാണ്. വൈഡ് ലെൻസിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടി ഡിസ്റ്റൻസിൽ എങ്ങനെയാണ് നിങ്ങളെ ക്ലാരിറ്റി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തൊട്ട് അയൽവക്കത്തുള്ള വീട്ടിൽ ടെറസിനുണ്ട് കയറുന്ന ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കും. നല്ല ക്ലാരിറ്റി ഉണ്ട്. നല്ല ക്ലാരിറ്റി ഉണ്ട്. എൻ്റെ ഫോണിൽ ക്യാമറയിൽ മാത്രമായിട്ട് എടുത്താൽ പോലും ഇത്ര ക്ലാരിറ്റി എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ അടുത്ത് നമ്മൾ ഫിഷ് ഐയിലോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് ഐയിൽ കാണുന്ന ഇൻ്റർഫേസ്. നമ്മൾ എങ്ങനെയാണ് ഒരു ഫിഷ് കാണുന്നത്, അത് ഒരു വൈബ് ലുക്കിലാണ് കാണുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു സിനിമാറ്റിക് ഷൂട്ടിങ്ങിനൊക്കെ വേണമെങ്കിൽ ഈ ലെൻസ് നമുക്ക് ഉപയോഗിക്കാം. അതായത് ഈ
ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കില്ല, അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിൽ ക്ലാരിറ്റി ആയിട്ട് നല്ല എടുക്കാൻ പറ്റുന്നുണ്ട്. ഫിഷ് ഐ ആണെങ്കിൽ ഇച്ചിരി നല്ല ക്ലാരിറ്റി ഉണ്ട്. മാത്രമല്ല നമ്മളൊക്കെ ആ എഫക്റ്റ് കറക്റ്റ് ആ മീനിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടാം. നമുക്ക് വേണമെങ്കിൽ ഫേക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ പറ്റിക്കുകയും ചെയ്യാം. ഇത് നമ്മൾ റോട്ടിൽ നിന്ന് എടുത്തതാണ്. നമുക്ക് മൂവ്മെൻറ്റ് എങ്ങനെയാണ് ബ്ലർ ആവുന്നുണ്ടോ ഇല്ലെന്ന് അറിയേണ്ട എടുത്തതാണ്. അപ്പോൾ ആ ബൈക്ക് പോകുമ്പോഴും നമ്മുടെ ലെൻസ് ഒരിക്കലും ബ്ലറായിട്ടില്ല, കറക്റ്റ് ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതും നമ്മൾ ഇച്ചിരി ദൂരെ നിന്ന് എടുത്തതാണ്. ദൂരെ നിന്ന് എടുത്താലും എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, നമ്മൾ സൂം ചെയ്തിട്ടും അതിൻ്റെ ക്ലാരിറ്റിക്ക് ഒരു വ്യത്യാസം വരുന്നില്ല. സോ ഡാനി, അപ്പോൾ നിങ്ങൾ റിവ്യൂ കണ്ടായിരിക്കും. എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഇത് വെർത്താണ്. കാരണം ആ റുപ്പീസ് റേഞ്ചിൽ ഒരു കുറഞ്ഞ ആൾക്ക് വാങ്ങിച്ച് സന്തോഷിക്കാന്നുള്ളത്, ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാം. അത്ര നല്ലത് ഞാൻ പറയില്ല, പക്ഷെ ആവറേജ് നല്ലതാണ്. ഞാൻ ഫോട്ടോസൊക്കെ നല്ല ക്ലാരിറ്റി ആയിട്ട് എടുത്താൽ റോസാപ്പൂവിൻ്റെ കറക്റ്റ് അത്ര അത് എൻ്റെ ക്യാമറയിൽ ഒരു വെട്ടത്ത് അത് സൂര്യ വെളിച്ചത്ത് അത്ര ക്ലാരിറ്റി ഇല്ലാതാണ് കിട്ടിയത്. പക്ഷെ ഇത് ആ ലെൻസ് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് നല്ല ക്ലാരിറ്റി ആയിട്ട് നല്ല കിട്ടി. നല്ല സൂം ചെയ്യുമ്പോൾ പിരിന്നു പോവാതെ, അതായത് ലൈക്ക് ഇപ്പം നമ്മൾ ഒരു ഫോട്ടോ ഇങ്ങനെ സൂം ചെയ്ത് പോകുമ്പോൾ പിന്നെ അത് ബ്ലറായതുപോലെ ഒരുമാതിരി ആവില്ല. പക്ഷേ ഈ റോസാപ്പൂവിന് ഫോട്ടോ എടുത്തപ്പം പക്ഷേ ഇത് ഉപയോഗിച്ച് നമ്മൾ ഫോട്ടോ എടുത്തപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നല്ല ക്ലാരിറ്റി ആയിട്ട് നല്ല ഫോട്ടോ എടുത്തു. പിന്നെ ഫിഷ് ഐൻ്റെ നിങ്ങൾ വീഡിയോ കണ്ടായിരിക്കും. വീഡിയോ കറക്റ്റ് ഫിഷ് എങ്ങനെയാണ് കാണുന്നത് ആ രീതിയിലാണ് നിങ്ങൾക്ക് ഈ ലെൻസിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ ഈ സാധനം വെർത്ത് എന്നാണ് എൻ്റെ ഒപ്പീനിയൻ പറയുന്നത്. അതായത് ഈ പ്രൈസ് റേഞ്ചിൽ ഇത് വെർത്ത് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ വേണമെന്നുള്ളവർക്ക് വാങ്ങിക്കാം. ഇതിൻ്റെ ബൈ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഫസ്റ്റ് പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇനി നല്ല വീഡിയോസ് ആയിട്ട് വന്നിരിക്കും. viberpoint means me Sajin signing out.